ബി.ജെ.പി. സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പുതിയ കോർ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും കോർ ഗ്രൂപ്പ് യോഗത്തിൽ ചർച്ചയാകും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, പുതിയ അധ്യക്ഷന് കീഴിൽ യോഗം ചേരുന്നു. പുതിയ തന്ത്രങ്ങൾ, പുതിയ രീതികൾ ഒക്കെ പ്രതീക്ഷിക്കാം അല്ലേ? ഗുഡ് മോർണിംഗ് കൃഷ്ണരാജ്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. പുതിയ ഒരു നേതൃത്വ നിരയായിരിക്കും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചേരുന്ന കോർ ഗ്രൂപ്പ് യോഗത്തിലൂടെ പുറത്തു വരാൻ പോകുന്നത്. പുതിയ സംസ്ഥാന അധ്യക്ഷന് പിന്നാലെ പുതിയ സംസ്ഥാന ഭാരവാഹികളെയും ബി.ജെ.പി. സംസ്ഥാന സമിതിയും സംസ്ഥാന കൗൺസിലിങ്ങും ഇന്ന് ചേരുന്ന കോർ യോഗത്തിൽ പുനഃസംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ യുവമോർച്ച അടക്കമുള്ള വിവിധ മോർച്ചകൾ, വിവിധ സംഘടനകളുടെ സംസ്ഥാന ഭാരവാഹികളെയും ഈ യോഗത്തിൽ പ്രഖ്യാപിക്കും. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിലിപ്പോൾ ജില്ലാ അധ്യക്ഷന്മാരാണ് നിലവിലിപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ജില്ലാ സെക്രട്ടറിമാരെയും ജനറൽ സെക്രട്ടറിമാരെയും ഒക്കെ ഇന്ന് ചേർന്ന യോഗം തിരഞ്ഞെടുക്കും. ദേശീയ നേതൃത്വത്തിൻ്റെ അനുമതിയോടെ കൂടെയാവും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക. നിലവിലിപ്പോൾ ഈ സംസ്ഥാന അധ്യക്ഷൻ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ മാത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പ്രധാനമായിട്ടും ഒരു പുതിയ ടീമിനെ, നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാർത്തെടുക്കാനുള്ള ശ്രമം, അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംസ്ഥാന നേതൃത്വത്തിലേക്കുള്ള ആളുകളാണെങ്കിലും ജില്ലാ നേതൃത്വത്തിലേക്കുള്ള വ്യക്തികളാണെങ്കിലും അത്രയും പ്രാധാന്യത്തോടു കൂടി ഒരുപക്ഷെ വരും കാലങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന രീതിയിലുള്ള വ്യക്തികളെയായിരിക്കും ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഒരുപോലെ മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളായിരിക്കും ഒരുപക്ഷെ ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റിയിൽ ഉണ്ടാകുക. സംസ്ഥാന ഭാരവാഹികളെയും ജില്ലാ ഭാരവാഹികളെയും ഈ വിവിധ മോർച്ചകളുടെ ഭാരവാഹികൾ എന്ന് പറയുമ്പോഴും രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ട് സംസ്ഥാനത്തെ മികച്ച രീതിയിലുള്ള ഒരു ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച രീതിയിലുള്ള രാഷ്ട്രീയ മുഖം കാണിക്കുക എന്നതാണ് ഒരുപക്ഷെ അടുത്ത സമീപകാലങ്ങളിൽ വരാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നേരിടാനുള്ളൊരു ശക്തി ഈ ടീമുകളിലൂടെയാണ് കൊണ്ടുവരേണ്ടത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ സമീപകാലത്തുണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ, അതിന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളാണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണെങ്കിലും കഴിഞ്ഞ 10 വർഷത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വ്യൂ എടുക്കുകയാണെങ്കിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വോട്ട് ഷെയറും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നേടിയ വോട്ട് ഷെയറും അതോടൊപ്പം തന്നെ മധ്യകേരളത്തിൽ ബി.ജെ.പിക്ക് ഉണ്ടായ പിന്തുണയൊക്കെ വലിയ രീതിയിൽ ഈ സ്വാധീനിക്കപ്പെടും. അതുതന്നെയാണ് ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മികച്ച നേതൃപരമ്പര കൊണ്ടുവരാനായിട്ട് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നും ശ്രമമുണ്ടാകുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന കോർ കമ്മിറ്റിയിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരിക്കും കോർ കമ്മിറ്റി ചേരുക. അതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളെയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനങ്ങളിലേക്കുള്ള വ്യക്തികളെയൊക്കെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് സ്വകാര്യ ഹോട്ടലാണ് ഇത്തരത്തിൽ കോർ കമ്മിറ്റി യോഗം ചേരുക. ഇന്ന് 11 മണിയോടുകൂടി കോർ കമ്മിറ്റി ആരംഭിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃനിര നമുക്ക് ബി.ജെ.പി. നേതൃത്വത്തിന് ലഭിക്കുമെന്ന് കരുതാം. നിലവിലിപ്പോൾ സംസ്ഥാന അധ്യക്ഷനെ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഇനി സംസ്ഥാന സെക്രട്ടറിമാരുണ്ട്, ജനറൽ സെക്രട്ടറിമാരുണ്ട്, ജില്ലാ സെക്രട്ടറിമാരുണ്ട്. കാരണം ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരുണ്ട്. യുവമോർച്ച ഉൾപ്പെടെയുള്ള വിവിധ മോർച്ചകളുടെ നേതൃസ്ഥാനങ്ങളിലേക്കൊക്കെ ആളുകളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യക്തികളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ മികച്ച ഒരു പട്ടിക തന്നെ തയ്യാറാക്കും. മികച്ച വ്യക്തികളെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും ചർച്ചകളുമാണ് ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി തീരുമാനിക്കുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പുകൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ ഒരു ബി.ജെ.പിക്ക് ഏറ്റവും സ്വാധീനം ചെലുത്താവുന്ന ഒരു മേഖലയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നഗരസഭകളെ പിടിച്ചെടുക്കുന്നതും അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ബി.ജെ.പിക്ക് വരാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകും.
ടിൻഡു, ഇതിപ്പോൾ 5 വർഷം കെ സുരേന്ദ്രൻ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന ഒരു വഴിയുണ്ട്. MP വരെയായി. അങ്ങനെ അനുദിനം അതിവേഗം വളരുന്ന BJPക്ക് ഒരു പുതിയ ടീം, അതിനുള്ള പുതിയ തുടക്കം, അതാണ് ഇന്നത്തെ യോഗം അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് BJPക്ക് സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്ത് വലിയൊരു നേട്ടമുണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിലാണെങ്കിൽ നമുക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ BJPക്ക് ഒരു മികച്ച നേട്ടം, മികച്ചൊരു വോട്ട് ഷെയർ ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും ഇനിയിപ്പോൾ പാലക്കാടാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ളൊരു വോട്ട് ഷെയർ BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം, രാഷ്ട്രീയത്തിലെ വലിയൊരു അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ 5 വർഷം ഉണ്ടായിരുന്ന സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും അത് വലിയ രീതിയിൽ രാഷ്ട്രീയത്തിൽ ഇനി എന്ത് വിഷയങ്ങൾ വരികയാണെങ്കിലും ഒരിക്കൽ കേരളത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ വരികയാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ വിജയം അല്ലെങ്കിൽ അത്തരത്തിൽ ലഭിച്ച ആ ഒരു അല്ലെങ്കിൽ അത്തരത്തിൽ ലഭിച്ച ഒരു പിന്തുണയുടെ ഒരു തുടർച്ചയും കൂടിയാണ് ഇനി വരാൻ പോകുന്ന നേതൃസ്ഥാനമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി വരാൻ പോകുന്നത് ഇതിൽ കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് വലിയൊരു ഗെയിം ചേഞ്ചിങ് തന്നെയാവും. ഈ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ തിരുവനന്തപുരത്ത് വന്ന് നിന്നുകൊണ്ട് ഒരു വലിയൊരു ഗെയിം ചേഞ്ചറായ ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ പൊളിറ്റിക്സിൽ ഒരു വലിയൊരു അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയൊരു ഗെയിം ചേഞ്ചറായ വ്യക്തിയാണ്. വെറും 15,000 അല്ലെങ്കിൽ 18 ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ തീരദേശ മേഖലയിലെ ആ വോട്ട് ഷെയർ മാത്രം അത് ഒരുപക്ഷെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമായിരിക്കും. ഇനി ഒരു പക്ഷേ കാരണം കഴിഞ്ഞ ആ 5 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ വോട്ട് ഷെയറിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മികച്ച രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് കുറച്ചുകൂടി അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അത് നമുക്ക് അല്ലെങ്കിൽ BJPക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രവർത്തനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ കൂടിയാണ് നമുക്കിത് വിലയിരുത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച നേതൃസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച വ്യക്തികളെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആളുകളെ കൊണ്ടുവരിക, അവരിലൂടെ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുക, ഇതൊക്കെ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമെന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് ചേർന്ന കോർ കമ്മിറ്റിയിൽ ഇത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. ആ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഈ ജില്ലാ അധ്യക്ഷന്മാരും സംസ്ഥാന അധ്യക്ഷനും പുറമെ വരുന്ന ആ വ്യക്തികളെ തിരഞ്ഞെടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യഘട്ടത്തിൽ നടത്തുക. ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുക. വലിയ രീതിയിലുള്ള പദ്ധതികൾ തയ്യാറാക്കുക, വ്യക്തമായ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകുക. ആ ഒരു പ്ലാനിങ്ങിൽ അത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരിക്കും ഈ യോഗം ചർച്ച ചെയ്യുന്നത്. ഇനി മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങുന്ന യോഗത്തിലൂടെ ആരംഭിക്കും. BJPയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ഇന്ന് തലസ്ഥാനത്ത് ചേരുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ പുതിയ കോർ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കും. ഒരു പുതിയ തുടക്കമാണെന്ന് കെ സുരേന്ദ്രൻ തെളിച്ചു വച്ച വഴിയിലൂടെ പുതിയ തന്ത്രങ്ങളുമായി പുതിയ നായകൻ ഇറങ്ങുന്നു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ചയാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.